ശരി, താങ്കൾക്ക് ആദ്യം അത്യാവശ്യം കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള സമയം കിട്ടിയല്ലോ. ഇനി ശ്രീ വെള്ളാപ്പള്ളി, ഹ്രസ്വമായ ചോദ്യം, ഹ്രസ്വമായ ഉത്തരവും ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റുള്ളവരിലേക്കും എനിക്ക് പോകേണ്ടതുണ്ടല്ലോ. അങ്ങ് സഹകരിക്കുമെന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. ഒന്നാമതായി പ്രധാനപ്പെട്ട ഒരു കാര്യം താങ്കൾ ഇപ്പോൾ മറുപടി പറയുമ്പോൾ പറഞ്ഞു, BSNA കൊണ്ട് വാങ്ങിപ്പിച്ചു എന്ന്. എന്തു വാങ്ങിപ്പിച്ചു? എന്താ വാങ്ങിപ്പിച്ചത്? അങ്ങനെ വാങ്ങിപ്പിക്കുന്നത് പുസ്തകം കടലാസമല്ല വാങ്ങിപ്പിച്ചത്. അതിലേക്കൊന്നും ഞാൻ പറഞ്ഞില്ലേ. എന്റെ മാന്യത കൊണ്ട് ഇത് മാന്യതയുടെ പ്രശ്നമല്ല. ഇത് മാന്യതയുടെ പ്രശ്നമല്ല. എന്റെ എന്ത് മേടിച്ചത്? ഇല്ല ഇല്ല ഇല്ല, ഇത് മാന്യതയുടെ പ്രശ്നമല്ല. കള്ളപ്പണം കൈമാറ്റം ചെയ്തിട്ടുണ്ട് എങ്കിൽ അതാരെങ്കിലും പറഞ്ഞാൽ അവർക്ക് ആ രൂപത്തിൽ ശരിയായ രൂപത്തിലുള്ള മറുപടി കൊടുക്കാൻ ഒരു തരം മാന്യതയും തടസ്സമായിക്കൂടാ. BSNA കൊണ്ട് വാങ്ങിപ്പിച്ചു എന്ന് പറയുന്നുവെങ്കിൽ അതെന്താണെന്ന് പറയണം. ഒരു മാന്യതയും അവിടെ തടസ്സമാകരുത്. അത് തടസ്സമല്ല, മൂടുപടമാണ്. അത് മൂടുപടമായിട്ട് നിങ്ങൾ കണക്കാക്കുന്നെങ്കിൽ ഞാൻ എന്റെ മാന്യതയും മര്യാദയും എനിക്കുണ്ട്. എനിക്കൊരു സംസ്കാരമുണ്ട്. സ്നേഹമായിരുന്നപ്പോൾ കൊടുക്കുകയും മേടിക്കുകയും മേടിപ്പിക്കുകയും ചെയ്തത് പിന്നെ പറയുന്നത് എന്റെ സംസ്കാരത്തിന് ശരിയല്ല എന്നുള്ളതുകൊണ്ട് പറയാത്തതാണ്. നിങ്ങളുടെ സ്നേഹവും വിദ്വേഷവുമല്ല കേരളം കേൾക്കുന്നത്. നിങ്ങൾ സ്നേഹിച്ചിരുന്നാലും ദ്വേഷിച്ചിരുന്നാലും അത് നിങ്ങളുടെ മാത്രം വ്യക്തിപരമായ പ്രശ്നം. പക്ഷേ ഒരു പൊതുപ്രവർത്തകനാണ് VS, ഒരു സമുദായ നേതാവാണ് താങ്കൾ. ഒരുപാട് ആളുകളുടെ താല്പര്യങ്ങളെ പ്രതിനിധീകരിക്കുന്നവരാണ് നിങ്ങൾ രണ്ടുപേരും. അണിയറയ്ക്കുള്ളിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കച്ചവടം നടത്തിയെന്നും പറയുന്നു. പക്ഷെ അതേപ്പറ്റി ഞാനൊന്നും മിണ്ടില്ല എന്ന് അങ്ങ് പറയുന്നത് അങ്ങ് ഈ വിഷയത്തിൽ ശുദ്ധവും തുറന്നതുമായ മനസ്സോടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ തയ്യാറല്ല എന്നതിന്റെ തെളിവാണ്. എനിക്കൊരു തയ്യാറ്. ഞാൻ പറഞ്ഞല്ലോ, തന്റെ ഇടമുണ്ടെങ്കിൽ വരും, ഞാൻ കാശ് മേടിച്ച് തെളിയിക്കാനായിട്ട്. അല്ലെ സ്വിസ് ബാങ്ക് കൊണ്ടിട്ട് തെളിയിക്കാൻ നിങ്ങൾ അറിയേ. 3 കൊല്ലമായിട്ട് ഒരു നിയമനവും അവിടെ നടന്നിട്ടില്ല. ഇല്ലാത്തതുണ്ടാക്കി അവിടെ വന്നത് ചെയ്യാണോ വേണ്ടത്? ഒരു സംശയം. 1996 മുതൽ 2013 വരെ സാർ, ഞാൻ പറയുന്നത് കേൾക്കും. പല തെറ്റുകളും തുറക്കത്തില്ല. നിങ്ങൾക്ക് കാര്യം അറിയണമെന്ന് നിങ്ങൾ നേരിട്ട് വന്നാൽ പറയാം. ശരി സാർ, ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കും. മാന്യയും മര്യാദയും അകതിരുവുള്ളവർക്ക് പല കാര്യങ്ങളും സ്നേഹമായിട്ടിരിക്കും. എന്തായാലും കേരളത്തിലെ പൊതുസമൂഹം കേൾക്കേണ്ടാത്ത ഒരു രഹസ്യവും അങ്ങയുടെ ചുണ്ടിൽ നിന്ന് എന്റെ കാതിലേക്ക് കേൾക്കാൻ എനിക്ക് ഒരു താല്പര്യവുമില്ല. അതുകൊണ്ട് ആ ഭാഗം നമുക്കങ്ങ് വിടാം. എന്റെ ചോദ്യം ഇതാണ് സാർ. എന്റെ ചോദ്യം ഇതാണ് സാർ. എന്റെ ചോദ്യം ഇതാണ് സാർ. എന്റെ ചോദ്യം 1996 മുതൽ ചോദ്യത്തിനെല്ലാം ഉത്തരം പറയാനേ ഞാൻ നിങ്ങളുടെ ചെലവ് കഴിയണം. എനിക്ക് തോന്നുന്ന ചോദ്യമാണ് ഞാൻ ഉത്തരമാണ് പറയണേ. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അങ്ങ് പറയുകയുണ്ടായി കഴിഞ്ഞ 3 വർഷമായി ഒരു നിയമനവും നടക്കുന്നില്ല എന്ന്. ഞാൻ 100 കോടി മോട്ടിച്ചിട്ടുണ്ടെങ്കിൽ 100 കോടി മോട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കട്ടെ. സാർ, ഞാൻ വെല്ലുവിളിക്കുകയാണ്. ശരി സാർ, അങ്ങ് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു സാർ. അങ്ങ് ഇപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, കഴിഞ്ഞ 3 വർഷമായി ഇവിടെ ഒരു നിയമനവും നടക്കുന്നില്ല എന്ന്. ഞാൻ ഇതെല്ലാം പച്ച മലയാളത്തിൽ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് സാർ. ഞാൻ പിന്നെ നിങ്ങളുടെ ചാനലില് ഈ ചാനൽ യുദ്ധം നടത്തി എന്നെ ഇരയാക്കാനായിട്ട് നിങ്ങൾ ഉപയോഗിക്കണ്ട സാർ. ദേവീത് എന്റെ 2-3 ചോദ്യങ്ങൾ കൂടുതൽ കിട്ടാനുള്ള ഒരു സാർ, ദേവീത് അങ്ങ് എന്റെ 2-3 ചോദ്യങ്ങൾ കേൾക്കൂ. ആയുധമാക്കണ്ട, അതിന് വേറെ വല്ല പണി നോക്ക് സാർ. എന്റെ 2-3 ചോദ്യങ്ങൾ കേൾക്കൂ സാർ. കേൾക്കാം. നിങ്ങൾ പറയണ പോലെ ഉത്തരം പറയാൻ ഞാൻ വേണ്ട സാർ, വേണ്ട. അതാണ് ഞാൻ അച്യുതാനന്ദനും തമ്മിലുള്ള വ്യത്യാസം. ഞാനൊന്ന് ചോദിക്കുന്നവര് ഞാൻ പറഞ്ഞപ്പോ ഞാൻ അങ്ങ് പറയുകയുണ്ടായി കഴിഞ്ഞ 3 വർഷമായി അവിടെ നിയമനങ്ങൾ നടന്നിട്ടില്ല എന്ന്. 96 മുതൽ 2013 വരെ ആകെ നടത്തിയ നിയമനം 904. 3 കൊല്ലമായി നിയമനമില്ല എങ്കിൽ ഈ 2013 വരെയുള്ള 904 എന്ന സംഖ്യ എവിടെ നിന്ന് വരുന്നു? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ അടുത്ത 3 കൊല്ലം നേരത്തെ നടത്തിയ കാര്യമല്ലേ ഞാൻ പറയുന്നത്? അദ്ദേഹം പറഞ്ഞു ഈ അടുത്ത 4 കൊല്ലം ഞാൻ നിയമനം നടത്തിയെന്നാ പറയണത്. ഞാൻ 20 കൊല്ലമായി ട്രസ്റ്റിന്റെ സെക്രട്ടറി ആയിട്ട്. അപ്പൊ ഈ പറഞ്ഞത്രല്ല, അതിനേക്കാൾ കൂടുതൽ നിയമനം നടത്തിയിട്ടുണ്ട്. 19 കൊല്ലമായി അതാണ് പ്രശ്നം. 2013 വരെ നിയമനം നടന്നിട്ടുണ്ട്.
ഈ അടുത്ത 3 കൊല്ലമായിട്ട് നിയമനം നടത്തിയിട്ടേ ഇല്ല. 2013 വരെ നിയമനം നടന്നിട്ടുണ്ട്. അത് താങ്കൾ പറയുന്നത് പോലെ VS കണക്ക് പിഴച്ചെങ്കിൽ അങ്ങേക്കും കണക്ക് പിഴച്ചു. 3 കൊല്ലം എന്ന് പറയുമ്പോൾ 2012 2013 വരെ നിയമനം നടന്നിട്ടുണ്ടല്ലോ. 904 എണ്ണം. 2013 വരെ ഒരുപാടെണ്ണം നടത്തുന്നുണ്ട്. ഞാൻ കയറിയിട്ട് 65 ഇതുവരെ കൂട്ടാനാണെന്നുണ്ടെങ്കിൽ ഒരു 3 കൊല്ലത്തിന് മുമ്പ് വരെ കൂട്ടാൻ ഒരുപാട് നടത്തിയിട്ടുണ്ട്. അങ്ങയുടെ മറുപടിയിലെ വൈദഗ്ധ്യം കാണുന്നവർ വിലയിരുത്തില്ല. അത് പറയേണ്ട ബോഡിയിൽ ഞാൻ പറയും. ശരി ശരി. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇവിടെ അതെ ഞാൻ പറയേണ്ട ബോഡിയുണ്ട്. ശരി സാർ, ശരി സാർ. ആ ബോഡിയിലുള്ള ആളുകൾ ഉന്നയിച്ച വിഷയമാണ് സാർ. ഒരു നിമിഷം 2005 അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ ഒരു നോട്ടീസ് ഇറക്കുകയുണ്ടായി. അങ്ങയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നിയമനവുമായി ബന്ധപ്പെട്ട കൊള്ളകൊടുക്കലിനെ പറ്റി, അഴിമതിയെ പറ്റി. ആ നോട്ടീസിന്റെ ഓർമ്മ തന്നെയാണ് ഇപ്പോഴും VS അച്യുതാനന്ദൻ ഉള്ളത്. അദ്ദേഹം അന്നത്തെ കണക്കാണ് പറഞ്ഞത്. 2015 കിളിമാനൂർ ചന്ദ്രബാബു ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് അടുത്ത നോട്ടീസ് ഇറക്കി. എത്രയാണ് ആക്ഷേപം ഉണ്ടായിരിക്കുന്നത്? ഏതാണ്ട് 900 കോടിയോളം. ഇതെല്ലാം അങ്ങയുടെ സഹപ്രവർത്തകർ തന്നെ നിങ്ങളുടെ വേദികളിലും നിങ്ങൾ ഞെക്കിക്കൊല്ലുമ്പോൾ വേദിക്ക് പുറത്തും ഉന്നയിച്ചിട്ടുള്ളതാണ്. അങ്ങയുടെ ബോഡിയിൽ പറയുമെന്ന് പറയുന്നല്ലോ. ആ ബോഡിയിലുള്ളവർ തന്നെയാണ് സാർ ഈ നോട്ടീസ് ഇറക്കിയിട്ടുള്ളത്. മിസ്റ്ററെ ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ തന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് പോരല്ല. ഈ പറഞ്ഞ ആരോപണം പറിച്ചവരല്ല എപ്പോഴാണ് ഈ ആരോപണം പറഞ്ഞത്? എന്റെ അകത്തും 10, 12 കൊല്ലം ഇരുന്നപ്പോ ഒരാരോപണവും പറഞ്ഞില്ല. എന്നെ വലിയ പുണ്യവാളനാക്കി പൊക്കിക്കൊണ്ടുവന്നവരാണ് ഇവരെല്ലാരും. അകത്തുനിന്ന് പുറത്തു പോയപ്പോഴാണ് ഇവരിതെല്ലാം പറയാൻ തുടങ്ങിയത്. ഞങ്ങൾ നടത്തുന്നത് സാധിക്കാതെ വരുമ്പോ അങ്ങ് പറയുകയുണ്ടായി തെളിയിക്കാനൊത്തോ? അങ്ങ് പറയുകയുണ്ടായി ബോർഡിലുള്ളവരോട് ബോധിപ്പിച്ചോളാമെന്ന്. ബോർഡിനുള്ളിലും പുറത്തുമുള്ളവരെല്ലാം ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളാണിത്. സാധിച്ചോ? തെളിയിക്കപ്പെടാൻ അന്വേഷണം തന്നെ നടക്കുന്നില്ലല്ലോ. ഇല്ല. കേരളം കേൾക്കട്ടെ. ഈ 2005 ഈ പരാതി മുഴുവൻ അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഏൽപ്പിച്ചിരുന്നു. ഉമ്മൻചാണ്ടി മിണ്ടിയില്ല. അതിനുശേഷം വരുന്ന VS അച്യുതാനന്ദന്റെ കയ്യിലുമുണ്ട് ഈ കുറിപ്പടി. VS അച്യുതാനന്ദനും ചെയ്തില്ല. വിദ്യാസാഗറിനോട് VS അച്യുതാനന്ദന്റെ ഉപദേശമുണ്ടായിരുന്നു, ഫൈറ്റ് ചെയ്യണം വിദ്യാസാഗർ എന്ന്. വെള്ളാപ്പള്ളി നടേശൻ അങ്ങേക്കെതിരെ അന്വേഷണം നടക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് കേൾക്കുന്ന കേരളത്തിന് മനസ്സിലാകും. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ 2 മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. കാര്യം മനസ്സിലാകും. കാരണം അതൊന്നും ചെയ്യാത്ത കാര്യത്തിനും നടക്കാത്ത കാര്യത്തിനും ആരോപണങ്ങൾക്ക് വേണ്ടി ഭരണം അധികാരം കയ്യിൽ നിന്ന് പോയപ്പോ പുറത്തു നിന്ന് പറയുന്ന കുറെ ജൽപ്പനങ്ങളാണ്. അതിനുവേണ്ടി നമ്മളിപ്പോ ചാനൽ ചർച്ച ചെയ്ത് നിങ്ങളും ഞാനും തമ്മിൽ ബോർഡിലുള്ളവർ അങ്ങേക്കൊപ്പം നിന്നപ്പോൾ ഇവരൊന്നും മിണ്ടിയില്ല. ബോർഡിന് പുറത്തേക്ക് പോയപ്പോൾ അങ്ങേക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നു. അധികാരത്തിലുണ്ടായിരുന്ന ആളുകൾ അധികാരം നഷ്ടപ്പെടുമ്പോൾ അങ്ങേക്കെതിരെ തിരിയുന്നു. കേൾക്കട്ടെ കേരളം കേൾക്കട്ടെ. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഒരു കാര്യം കൂടി. 1999 BJP സർക്കാർ ഭരിക്കുന്ന ഘട്ടത്തിൽ അങ്ങയുടെ വീട്ടിൽ റെയ്ഡ് നടന്നത് എന്തിനായിരുന്നു? ഇൻകം ടാക്സ് റെയ്ഡ് നടന്നത് എന്തിനായിരുന്നു? എന്തിനാണെന്ന് റെയ്ഡ് നടത്തിയവരോട് ചോദിക്കണം. എന്തായെന്ന് നിങ്ങൾ ചോദിക്കണം. അതാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. നീയൊക്കെ എന്നെ പോസ്റ്റ്മോർട്ടം നടത്താനാണ് നിങ്ങളിവിടെ വിളിച്ചിരിക്കുന്നത്. വരവിൽ കവിഞ്ഞ സ്വത്ത് റെയ്ഡ് ചെയ്തതും ഞാൻ എവിടെ പോയി എന്ത് പ്രവർത്തിച്ചെന്ന് അറിയാനാണ് VS അച്യുതാനന്ദൻ മാരാരിക്കുളത്ത് തോറ്റ കഥ പറയാമെങ്കിൽ അങ്ങേക്ക് VS അച്യുതാനന്ദന് മാരാരിക്കുളത്ത് തോറ്റ കഥ അങ്ങേക്ക് പറയാമെങ്കിൽ അല്ല VS അച്യുതാനന്ദന്റെ ഓരോരോ ഘട്ടത്തിൽ ഉയർച്ച താഴ്ചകളെ പറ്റി അങ്ങേക്ക് പറയാമെങ്കിൽ അങ്ങയുടെ പിൽക്കാല ചരിത്രവും കൂടെ നമുക്ക് ചർച്ച ചെയ്യണ്ടേ? 1999 വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനത്തിന്റെ പേരിൽ ഇൻകം ടാക്സ് റെയ്ഡ് നടന്നു. ചാനലിന്റെ മുമ്പിൽ വന്നിരുന്നപ്പോ നടന്നു. അങ്ങനെ പലതും നടന്നു. 18 കോടി പിഴയായി നിശ്ചയിച്ചു. 18 കോടി പിഴയായി നിശ്ചയിച്ചു. എന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. 18 കോടി പിഴയായി നിശ്ചയിച്ചു. പിന്നീട് നിങ്ങൾ ഇല്ല പിന്നീട് ചർച്ച നടത്തി നിങ്ങൾ 4 കോടിയാക്കി ഒതുക്കി. ഈ അസംബന്ധങ്ങൾക്ക് 18 കോടിയുടെ ഇൻകം ടാക്സ് ശിക്ഷ വന്നു. നിങ്ങൾ 4 കോടിയാക്കി ഒതുക്കി. വെള്ളാപ്പള്ളി നടേശൻ ഈ ചർച്ചയിൽ നിന്ന് പിൻവാങ്ങുകയാണ്. കേരളം കാണട്ടെ ഇത്. വെള്ളാപ്പള്ളി നടേശൻ ഈ ചർച്ചയിൽ നിന്ന് പിൻവാങ്ങുകയാണ്. ഞാൻ പ്രതീക്ഷിച്ചതുമാണ്. കേരളം കാണട്ടെ അദ്ദേഹത്തിന്റെ നടപടി. ഞാനൊരു വെള്ളാപ്പള്ളി ഇറങ്ങിപ്പോവുകയാണ്. ഞാനൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ചർച്ച ചെയ്യുന്നത്